ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ മയ്യത്ത് ഖബറടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിധത്തിലുള്ള ദുരാചാരങ്ങളും അനാചാരങ്ങളും ഇന്ന് നമുക്ക് നമ്മുടെ നാടുകളിൽ കാണുവാൻ സാധിക്കും. ജനാസ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ പല നാടുകളിലും കാണുന്ന ഒരു സമ്പ്രദായമാണ് മുഖത്തെഴുത്ത് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. അതായത് മയ്യത്തിനെ കഫൻ ചെയ്തിട്ടുള്ള കഫൻ പുടവയിൽ എന്ന ഒരു ഭാഗം കത്രിച്ചെടുത്ത് മുറിച്ചെടുത്ത് അതിൽ ചില വരികൾ എഴുതി വെക്കുകയും ചില ദുആകൾ എഴുതി വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി. എന്നിട്ട് ആ കഷ്ണം തുണി ഒന്നുകിൽ എന്തു ചെയ്യും, ജനാസയുടെ ആ കഫൻ പുടവയുടെ ഉള്ളിലാക്കി തന്നെ മയ്യത്തിൻ്റെ നെഞ്ചിൻ്റെയും അതുപോലെ തന്നെ കഫൻ പുടവയുടെയും ഇടയിലാക്കി വെക്കും. വേറെ ചിലയിടത്ത് അത് ഒരു കുപ്പിക്കുള്ളിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ഒരു ആണിയുടെ രൂപത്തിൽ ഒരു കോല് കൊണ്ട് കമ്പ് കൊണ്ട് കുത്തി അതിനൊരു തുളയുമിട്ട് അത് ഖബറിൽ മയ്യത്തിനെ തിരിച്ചു വെക്കുന്ന ഭാഗത്തേക്ക് ഭിത്തിയിൽ ഇങ്ങനെ തുളച്ച് തൂക്കിയിടുന്ന സിസ്റ്റവും പഴയ കാലത്തുണ്ടായിരുന്നു. ഇങ്ങനെ പല വിധത്തിൽ പല രൂപത്തിൽ പല നാടുകളിലും കണ്ടുവരുന്ന ഈ മുഖത്തെഴുത്ത് എന്ന് പറയുന്ന ഈ സമ്പ്രദായം, ഇത് ഇസ്ലാമികമായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ സഹാബാക്കളോ ഒന്നും അവരാരും അള്ളാഹുവിൻ്റെ റസൂല് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തില്ല ഇങ്ങനെ ഒരു രീതിയിൽ ചില വരികൾ എഴുതി വെക്കുവാനോ ചില ദുആകൾ എഴുതി വെക്കുവാനോ. ഈ ഒരു രൂപത്തിലുള്ള ഒരു ദുരാചാരം നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നു വരുന്നുണ്ട്. മയ്യത്തിൻ്റെ ഖബറിൽ ഇങ്ങനെ എന്തൊക്കെയോ എഴുതി വെക്കുന്ന രീതി മനസ്സിലാക്കുക. പ്രവാചക ചര്യയിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. അവിടുന്ന് ഒരു സഹാബത്തിന് നിർദ്ദേശിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മളിങ്ങനെ നമുക്ക് സാധ്യമാകുന്ന ഒരു ഇടത്താണെങ്കിൽ ആളുകളോട് അത് ശക്തമായി തന്നെ പറഞ്ഞ് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ വെക്കേണ്ടതില്ല, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയിലുള്ളതാണല്ലോ നമ്മൾ പിന്തുടരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യത്തെ തടയുക തന്നെയാണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൃത്യമായ രേഖാമൂലമുള്ള അല്ലെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള വഹയിലൂടെ അവിടുത്തേക്ക് ലഭിച്ചിട്ടുള്ള വാക്കുകൾ, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, പ്രവൃത്തികൾ, അംഗീകാരങ്ങൾ, അതൊക്കെയാണല്ലോ സുന്നത്തുകളായി നമ്മൾ നാളിതുവരെയും മനസ്സിലാക്കിയിട്ടുള്ളത്. ആ വിധത്തിൽ ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്